ചെയ്തു? നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു ഓറിനെ കിട്ടിയതിനെ നമ്മൾ എന്ത് ചെയ്തു? അതിനെ പൊടിച്ചു അല്ലേ? പിന്നെ രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? ആ ഓറിൽ നിന്നും കുറേ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റിയെടുത്തു ഇല്ലേ? ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ ഓഫ് ദി ഓർ ഇല്ലേ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു? ഒബ്റ്റെയിനിങ് മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ. ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു ഓറ് കിട്ടി നമുക്ക്. രണ്ടാമത്തെ സ്റ്റെപ്പ് വഴി ഇമ്പ്യൂരിറ്റീസിനൊക്കെ മാറ്റിയിട്ട് അങ്ങനെ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഓറ് കിട്ടി. കുറച്ച് ഇമ്പ്യൂരിറ്റി മാത്രമല്ല ഒരു ഓറ് കിട്ടി. ഇനി അതിൽ നിന്ന് നമ്മൾ മെറ്റലിനെ ഒബ്റ്റെയിനിങ് ചെയ്യുക. ആ ഒരു മൂന്നാമത്തെ പ്രോസസ്സില്ലേ, ആ ഒരു പ്രോസസ്സാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? obtaining metal from the concentrated ore. obtaining metal from concentrated ore. ഓറിൽ നിന്നും കോൺസെൻട്രേറ്റഡ് ഓർ എന്ന് പറഞ്ഞാൽ ഇപ്പം മാഗ്നറ്റിക് സെപ്പറേഷൻ വഴിയും ഹൈഡ്രോളിക് വാഷിംഗ് വഴിയും ലീച്ചിങ് വഴിയും ഒക്കെ നമ്മൾ കുറേ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റി ആ ഓറിൽ നിന്ന്. പക്ഷെ എന്നാലും അവിടെ എന്തുണ്ടാകും? ആ ഓറിൻ്റെ കൂടെ കുറച്ച് ഇമ്പ്യൂരിറ്റി ഒക്കെ ഉണ്ടാകും ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ആ സാധനത്തിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ഓർ എന്ന് പറയുക. ആ കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്നും നമ്മൾ എങ്ങനെ ഇനി മെറ്റലിനെ വേർതിരിച്ചെടുക്കാം എന്നാണ് ഈ മെത്തേഡിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. അതിൽ ഫസ്റ്റത്തെ ഒരു മെത്തേഡാണ് എന്ത്? കൺവേർഷൻ ടു ഓക്സൈഡ്. കൺവേർഷൻ ടു ഓക്സൈഡ്. കൺവേർഷൻ ടു ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ലീച്ചിങ്ങും മാഗ്നറ്റിക് സെപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു കോൺസെൻട്രേറ്റഡ് ഓറാണ് അല്ലേ? അപ്പോൾ അതിൽ നിന്നും നമ്മൾ ഓക്സിജനെ ആ കോൺസെൻട്രേറ്റഡ് ഓറിനെ എന്ത് ചെയ്യുക? അതിൻ്റെ മെറ്റൽ ഓക്സൈഡാക്കി മാറ്റുക. അതെങ്ങനെയാണ് ചെയ്യണത് എന്ന് നോക്കി നോക്കാം കേട്ടോ. അതിൽ ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു സ്റ്റെപ്പ് ഈ കൺവേർഷൻ ടു ഓക്സൈഡിൽ വരുന്ന ഒരു സ്റ്റെപ്പാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് ഏത്? കാൽസിനേഷൻ എന്ന് പറയുന്നത്. കാൽസിനേഷൻ. വാട്ട് ഈസ് കാൽസിനേഷൻ എന്ന് അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. അല്ലെങ്കിൽ ചോദിക്കും കാൽസിനേഷനും റോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നേരെ മനസ്സിലാക്കാം കേട്ടോ. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് കോൺസെൻട്രേറ്റഡ് ചെയ്ത ഓറാണ് അല്ലേ? ഈ കോൺസെൻട്രേറ്റഡ് ഓറിനെ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യാം. ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ കുറച്ചൊക്കെ എയർ കൊടുത്തിട്ട് ലിമിറ്റ് ചെയ്തിട്ട് എയറൊക്കെ സപ്ലൈ ചെയ്തിട്ട് ഹീറ്റ് ചെയ്യാം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? കാൽസിനേഷൻ എന്ന് പറയുക. ലിമിറ്റഡ്, ഈ ഒരു പോയിന്റാണ് അവിടെ നോക്കേണ്ടത് കേട്ടോ. ഹീറ്റിംഗ് ഓർ ഇൻ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ കേട്ടോ. ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ. ഈ ഒരു പോയിന്റാണ് കാൽസിനേഷനും റോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഹീറ്റിംഗ് ദി ഓർ ഇൻ എ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ, അതാണ് കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണെന്ന് നോക്കി നോക്കും. ഇപ്പം സിങ്ക് കാർബണേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സിങ്ക് കാർബണേറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ കുറച്ചൊക്കെ എയർ കൊടുത്തിട്ട് ഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്തായിട്ട് മാറുന്നറിയോ? സിങ്ക് ഓക്സൈഡ് പ്ലസ് CO2 ആയിട്ട് മാറും. സിങ്ക് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറും. പിന്നെ ഒരു കോമ്പൗണ്ടാണ് ഇപ്പോൾ നോക്കി നോക്കൂ, Fe2O3 XH2O. അതിനെ ഞാൻ ഇതേപോലെ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിലെന്ത് ചെയ്യുന്നറിയോ? ഇതെന്തായിട്ട് മാറും? Fe2O3 പ്ലസ് XH2O ആയിട്ട്. അതായത് ഇതിലുള്ള മോയ്സ്ചറൊക്കെ അങ്ങോട്ട് പോയിട്ട് അങ്ങനെ Fe2O3 കോമ്പൗണ്ട് മാത്രമായിട്ട് അത് മാറും. അപ്പോൾ ഇതൊക്കെയാണ് കാൽസിനേഷൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ ഈ സാധാരണയായിട്ട് നമ്മളിവിടെ നോക്കി നോക്കൂ, ഓക്സിജൻ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഓറുകളാണ് ഈ കാൽസിനേഷൻ മെത്തേഡ് വഴി നമ്മൾ കാൽസിനേഷൻ മെത്തേഡ് വഴി നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. ഓക്കെ, ഓക്സിജൻ കണ്ടെയ്നിങ് ഓറുകളെയാണ് നമ്മൾ കാൽസിനേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി എന്താണ് റോസ്റ്റിംഗ് എന്ന് നോക്കാം. രണ്ടാമത്തെ മെത്തേഡാണ് റോസ്റ്റിംഗ്.
ഇവിടെ നമ്മൾ ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ ആണല്ലേ, കുറച്ച് എയറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പക്ഷേ റോസ്റ്റിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരുപാട് എയർ കൊടുത്തിട്ട് ആ ഓറിനെ നമ്മൾ ഹീറ്റ് ചെയ്യാം. പിന്നെ നല്ലോണം ടെമ്പറേച്ചറും കൊടുക്കുക. ഇതിനേക്കാളും ടെമ്പറേച്ചറും ഇതിനേക്കാളും എയറും കൊടുത്ത് ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഹൈ ടെമ്പറേച്ചറും അതേപോലെ തന്നെ ഹൈ എയറും, മനസ്സിലായില്ലേ? ഒരുപാട് എയറും ഒരുപാട് ടെമ്പറേച്ചറും കൊടുത്തിട്ട് നമ്മൾ ഒരു ഓറിനെ ഹീറ്റ് ചെയ്യുക. ആ ഒരു പോയിന്റിന് അതിനെയാണ് നമ്മൾ എന്ത് പറയുക, റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ ഈ സൾഫൈഡ് ഓറുകളെയാണ് നമ്മൾ ഈ റോസ്റ്റിംഗ് മെത്തേഡ് വഴി വേർതിരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കി നോക്കൂ, സിങ്ക് സൾഫൈഡ് ഓറിനെ നമ്മൾ എക്സസ് ഓഫ് എയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ O2 എന്നും കൂടി എഴുതി കേട്ടോ. ഗ്യൂസ് എന്താ വരിക അറിയോ, സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറുന്നു പ്ലസ് 2SO2. അപ്പോൾ ഇതാണ് ഒരു റോസ്റ്റിങ്ങിനുള്ള ഒരു എക്സാമ്പിൾ. അപ്പോൾ ഓക്സിജൻ കണ്ടെയ്നിങ് ഓറുകളാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾക്ക് വേർതിരിച്ചെടുക്കേണ്ടത് വെച്ചെങ്കിൽ നമ്മൾ കാൽസിനേഷൻ ഉപയോഗിക്കും. സൾഫൈഡ് ഓറുകളെയാണ് വേർതിരിച്ചെടുക്കേണ്ടത് വെച്ചെങ്കിൽ നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡും ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൽ തന്നെ ഒബ്റ്റെയിനിങ് മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ എന്നുള്ള ഭാഗത്തിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ആ കോൺസെൻട്രേറ്റഡ് ഓറിനെ അതിൻ്റെ ഓക്സൈഡുകളാക്കി മാറ്റി അല്ലേ. രണ്ട് മെത്തേഡ് വഴി, കാൽസിനേഷൻ മെത്തേഡ് വഴിയും റോസ്റ്റിംഗ് മെത്തേഡ് വഴിയും അതിൻ്റെ ഓക്സൈഡുകളാക്കി നമ്മൾ മാറ്റി. ഇനി ഇപ്പോൾ ഇതിൻ്റെ ഓക്സൈഡ് രൂപത്തിലാണ് കിടക്കുന്നത് അല്ലേ. ഇനി ഇതിലെന്ത് ചെയ്യണം, രണ്ടാമത്തെ മെത്തേഡ് എന്താ അറിയോ, ബി. ഈ ഓക്സൈഡ് ഓറിൽ നിന്നും ഓക്സൈഡുകളിൽ നിന്നും മെറ്റൽ ഓക്സൈഡ് രൂപത്തിലാണ് നമുക്ക് കിടക്കുന്നത് അല്ലേ. ആ മെറ്റൽ ഓക്സൈഡ് രൂപത്തിൽ നിന്നും മെറ്റലാക്കി മാറ്റണം അല്ലേ. അതെങ്ങനെയാണ് നോക്കാം. ബി സ്റ്റെപ്പാണ്, സെക്കൻഡ് സ്റ്റെപ്പാണ് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു ദി മെറ്റൽ. റിഡക്ഷൻ ഓഫ് ഓക്സൈഡ് ടു ദ മെറ്റൽ. ഓക്സൈഡിന് എന്ത് ചെയ്യണം, ഇപ്പോൾ സിങ്ക് ഓക്സൈഡ് Fe2O3 സിങ്ക് ഓക്സൈഡ്, ഇവിടെയും സിങ്ക് ഓക്സൈഡ് ആണ്. ഇവിടെ രണ്ടും അല്ലേ. അപ്പോൾ ഇവിടെ ഒക്കെ ഓക്സൈഡ് രൂപത്തിലാണ് മെറ്റൽ കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഈ ഓക്സൈഡിനെ മാറ്റിയിട്ട്, ഓക്സിജനെ മാറ്റിയിട്ട് അതിനെ സ്വന്തം മെറ്റലാക്കി മാറ്റണം. അതിനുള്ള സ്റ്റെപ്പാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇപ്പോൾ ഈ സിങ്ക് ഓക്സൈഡിനെയാണ് നമ്മൾ മാറ്റുന്നത് വെച്ചെങ്കിൽ സിങ്ക് ഓക്സൈഡിനെ നമ്മൾ കാർബണുമായിട്ട് ഹീറ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ എന്ത് ചെയ്ത് വരും, അവിടെ എന്തായിട്ട് വരും, സിങ്ക് മാത്രമായിട്ട് മാറും. പിന്നെ ഈ ഓക്സിജൻ എന്ത് ചെയ്യും, ഇതിൻ്റെ കൂടെ പോകും അല്ലേ, പ്ലസ് കാർബൺ മോണോക്സൈഡും മാറും. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ, ഇത് ബാലൻസ്ഡ് ഒന്നല്ല അത്. അപ്പോൾ നോക്കി നോക്കൂ, സിങ്ക് ഓക്സൈഡിനെ നമ്മൾ കാർബൺ വെച്ചിട്ട്, അല്ലെങ്കിൽ കോക്ക് എന്ന് പറയില്ലേ നമ്മൾ അല്ലേ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ട്രീറ്റ് ചെയ്യാം. അപ്പോൾ കാർബൺ വെച്ച് നോക്കുമ്പോൾ ഈ സിങ്ക് മാത്രമായിട്ട് നിൽക്കും. ഈ സീൻ്റെ കൂടെ ആര് പോകും, ഈ ഓക്സിജൻ പോകും. അപ്പോൾ നമുക്ക് ഈ മെറ്റലിനെ ഇതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്തൂടെ അല്ലേ. അപ്പോൾ ഒബ്റ്റെയിനിങ് മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ എന്ന സ്റ്റെപ്പിൽ രണ്ട് പ്രോസസ്സാണ് ഉള്ളത്. ഒന്ന് എന്ത് ചെയ്യുക, ആ കോൺസെൻട്രേറ്റഡ് ഓറിനെ ആദ്യം അതിൻ്റെ ഓക്സൈഡുകൾ രൂപത്തിലാക്കുക. പിന്നെ ആ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡ് ആക്കിയതിനെ പിന്നെ അതിൻ്റെ മെറ്റലിലേക്ക് മാറ്റുക കേട്ടോ. ഇറ്റ് ക്ലിയർ. ഈ കാൽസിനേഷനും റോസ്റ്റിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. കാൽസിനേഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്, ഓറിനെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ. മറ്റേത് ഹൈ ടെമ്പറേച്ചറിലും ഹൈ എയറിലും കേട്ടോ, എക്സസ് ഓഫ് എയറിലും അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റോസ്റ്റിംഗ്. ഓക്കെ, ഇപ്പം നമ്മൾ 3 സ്റ്റെപ്പാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതായത് നമ്മുടെ ഓറിനെ വലിയൊരു പാറക്കഷ്ണത്തിനെ നമ്മൾ ആദ്യം മുറിച്ചു, എന്നിട്ട് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് അതിലൊക്കെ നടത്തി, കോൺസെൻട്രേഷൻ ഓഫ് ദ ഓറ് നടത്തി. പിന്നെ അതിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ നടത്തി, ഏതായിരിക്കും, ഒബ്റ്റെയിനിങ് മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ അല്ലേ. അങ്ങനെ ആ കാൽസിനേഷനും റോസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വന്നാലും നമ്മൾ മെറ്റലിൽ അല്ലെങ്കിൽ നമ്മൾ ഓറിൽ ആരുണ്ടാകും, കുറച്ചും കൂടി ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. മെറ്റൽ ഫുള്ളായിട്ട് നമുക്ക് മാറിയിട്ടില്ല, മെറ്റലായിട്ട് കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പോൾ കുറച്ചും കൂടിയും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. അപ്പോൾ ഇനി അതിനെങ്ങനെയാണ് മാറ്റുക എന്നാണ് ഇനി നമ്മൾ 4ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്.
അപ്പോൾ അതിന് മുമ്പ് വേറൊരു ടേം നമുക്ക് പഠിക്കാണ്ട്, അതാണ് ഫ്ലക്സ്. ഫ്ലക്സ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഇപ്പോൾ റോസ്റ്റിംഗ് കഴിഞ്ഞ് വരുന്ന, അതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ സിങ്കിൻ്റെ ഒരു മെറ്റലാണ്, സിങ്കിൻ്റെ ഒരു ഓറാണ് സിങ്ക് ബ്ലെൻഡ് അല്ലേ? അപ്പോൾ സിങ്ക് ബ്ലെൻഡിൽ ആദ്യം സിങ്ക് ബ്ലെൻഡിൻ്റെ വലിയൊരു പാറക്കഷ്ണമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക അല്ലേ? അപ്പോൾ അങ്ങനെ പാറക്കഷ്ണം എടുത്തിട്ട് അതിനെ നമ്മൾ മുറിച്ചു, സിങ്ക് ബ്ലെൻഡിൻ്റെ മുറിച്ചിട്ട് അങ്ങനെ സിങ്കിൻ്റെ സിങ്ക് ബ്ലെൻഡിൻ്റെ ചെറിയ തരികളാക്കി ഓറിൻ്റെ. അപ്പോൾ അതിൽ പിന്നെ നമ്മൾ ഫസ്റ്റത്തെ മെത്തേഡ് ചെയ്തു കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ. സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫ് ZnS ആണ് അതിൻ്റെ ഇത്. അപ്പോൾ അതിൽ കെമിക്കൽ ഫോർമുല, അപ്പോൾ സിങ്ക് സൾഫ് ZnSൻ്റെ ആയതുകൊണ്ട് അതിൽ ഏത് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ ഏത് മെത്തേഡാണ് നമ്മളതിൽ ഉപയോഗിക്കുക? സൾഫൈഡ് ഓറയിലുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അതിനെ പാറകളൊക്കെ നമ്മൾ തരിയാക്കിയിട്ട് നമ്മൾ അതിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ സൾഫൈഡ് ഓറൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക? റോസ്റ്റിങ് കഴിഞ്ഞു ഇല്ലേ? അങ്ങനെ റോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നാലും ആ സിങ്ക് ബ്ലെൻഡിൽ കുറച്ചും കൂടിയും സിങ്ക് ബ്ലെൻഡിലുള്ള സിങ്കിൻ്റെ കൂടെ കുറച്ചും കൂടിയും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു സബ്സ്റ്റൻസിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റൻസിനെ ആ റോസ്റ്റിംഗ് കഴിഞ്ഞ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. എന്തിനാ ഈ ഫ്ലക്സ് ആഡ് ചെയ്യുന്നത് എന്നറിയോ? ഇതിൽ കുറച്ചും കൂടി ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും എന്ന് പറഞ്ഞില്ലേ? ആ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഈ ഫ്ലക്സ് എന്ത് ചെയ്യും? ഈ ഇമ്പ്യൂരിറ്റീനുമായിട്ട്, അതായത് ഗാങ്ങുമായിട്ട് കൂടിച്ചേർന്നിട്ട് വേറൊരു ഫ്ലക്സും ഗാങ്ങും കൂടി ചേർന്നിട്ട് ഒരു സ്ലാഗ് രൂപത്തിലാക്കി ഇത് മാറും. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഒരു അങ്ങനെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? റോസ്റ്റിംഗ് കഴിഞ്ഞ് കിട്ടുന്ന പ്രൊഡക്റ്റിലും റോസ്റ്റിംഗ് കഴിഞ്ഞ് കിട്ടുന്ന മെറ്റലിലും എന്തുണ്ടാവും? കുറച്ചും കൂടി ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇമ്പ്യൂരിറ്റീസിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു സബ്സ്റ്റൻസിനെ ആഡ് ചെയ്യുക. ആ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ നടക്കുക? ആ റോസ്റ്റിംഗ് കഴിഞ്ഞ പ്രൊഡക്റ്റിൽ ഇമ്പ്യൂരിറ്റി ഉണ്ടാകും. അപ്പോൾ ആ ഫ്ലക്സും അതിലുള്ള ആ ഇമ്പ്യൂരിറ്റിയും കൂടി ചേർന്നിട്ട് സ്ലാഗ് രൂപത്തിലാക്കി ഒരു കട്ടായിട്ട് അത് അവിടെ മാറി നിൽക്കും. പിന്നെ ബാക്കി അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? അവിടെ ആ മെറ്റൽ മാത്രമേ ബാക്കി അവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഫ്ലക്സും സ്ലാഗും. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫോർത്ത് സ്റ്റെപ്പാണ്. ഏതാണ്? റിഫൈനിങ്. ഫോർത്ത് സ്റ്റെപ്പില്ലേ, അതിൽ ഒരുപാട് മെത്തേഡുകളുണ്ട് ഇതേപോലെ തന്നെ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഫോർത്ത് സ്റ്റെപ്പാണ് റിഫൈനിങ്. ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് ഓർ കിട്ടി, അതിൽ നിന്നും മൂന്നാമത്തെ സ്റ്റെപ്പിൽ കൂടെ നമുക്ക് വേറൊരു ഓറ് കിട്ടി, അത് അതിൽക്കൂടിയും പോയിട്ട് അല്ലേ? അങ്ങനെ കിട്ടുന്ന ഓറിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രൂഡ് മെറ്റൽ എന്ന് പറയാം കേട്ടോ. ക്രൂഡ് മെറ്റൽ. ഇങ്ങനെ ക്രൂഡ് മെറ്റലിലും എന്തുണ്ടാകും? ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും അല്ലേ? അങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിഫൈനിങ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓറിലും പിന്നെ ഒബ്റ്റെയിനിങ് മെറ്റൽ ഫ്രം ദി കോൺസെൻട്രേറ്റഡ് ഓർ നില ആ മെത്തേഡൊക്കെ കഴിഞ്ഞ് വന്നാലും ആ ഓറിൽ എന്തുണ്ടാകും? ഇമ്പ്യൂരിറ്റി ഉണ്ടാകും. അപ്പോൾ ആ ഓറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രൂഡ് മെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രൂഡ് മെറ്റലിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇനിയുള്ള അടുത്ത സ്റ്റെപ്പാണ് എന്ത്? റിഫൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ക്ലിയർ? അതിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. എന്തൊക്കെയാണ് മെത്തേഡ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഡിസ്റ്റിലേഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് കേട്ടോ, ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നോക്കൂ,
ഇപ്പോൾ ഒരു ഓറിൽ നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് അറിയാം? മെറ്റൽ ഉണ്ട്, ഇമ്പ്യൂരിറ്റി ഉണ്ട് അല്ലേ? ക്രൂഡ് മെറ്റലും ഉണ്ടാവും, ആരുണ്ടാവും? മെറ്റൽ ഉണ്ടാവും, ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ മെറ്റലിന് ലോ ബോയിലിംഗ് പോയിന്റ് ആണെന്ന് വിചാരിക്കുക. മെറ്റലിന് ലോ ബോയിലിംഗ് പോയിന്റ് ആണ്, പെട്ടെന്ന് തിളക്കും. ഇമ്പ്യൂരിറ്റിക്കോ കുറച്ച് കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, കുറേ സമയം വേണം തിളക്കാൻ. പക്ഷെ മെറ്റൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തിളക്കും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് നോക്കിയൊക്കെ ഡിസ്റ്റിലേഷനുള്ള പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു പാത്രം എടുത്തു. ഈ പാത്രത്തിൽ എന്തുണ്ട്? നമ്മുടെ മെറ്റലും ഉണ്ട്, ഇമ്പ്യൂരിറ്റി ഉണ്ട് അല്ലേ? മെറ്റൽ എന്താണ്? നമ്മളിതിന് ചൂട് കൊടുത്തു. മെറ്റൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തിളക്കും ഇല്ലേ? അങ്ങനെ മെറ്റൽ പെട്ടെന്ന് തിളച്ചാൽ പെട്ടെന്ന് മെറ്റൽ എന്ത് ചെയ്യും? വേപ്പറായിട്ട് പോകും ഇല്ലേ? പിന്നെ ഈ വേപ്പറിനെ നമ്മൾ കളക്ട് ചെയ്ത് കണ്ടൻസ് ചെയ്താൽ, അതിനെ തണുപ്പിച്ചാൽ നമുക്ക് ഈ മെറ്റലിനെ വേർതിരിച്ച് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റൂലേ അല്ലേ? ആ ഒരു പ്രോസസ്സിനെയാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ബോയിലിംഗ് പോയിന്റിൽ വ്യത്യാസമുള്ള ഓറാണ് ആ ഓറിൽ തന്നെ മെറ്റലും ഇമ്പ്യൂരിറ്റിയും തമ്മിൽ ബോയിലിംഗ് പോയിന്റിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാൽ മതി? ഡിസ്റ്റിലേഷൻ എന്നുള്ള മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. ക്ലിയർ? ഇനി അടുത്ത സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ മെത്തേഡാണ് ലിക്വേഷൻ എന്ന് പറയുന്നത്. ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ലോപ്പ് വെക്കുക, ഒരു ചെരിഞ്ഞൊരു പ്രതലം വെക്കുക. ഈ ചെരിഞ്ഞൊരു പ്രതലത്തിൻ്റെ ഇവിടെ ഓറിട്ട് കൊടുക്കുക. ഓറിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ ഓറിനെ കത്തിച്ചു. ഈ ചെരിഞ്ഞ പ്രതലത്തിൻ്റെ അവിടെ ഇങ്ങനെ ചൂട് കൊടുത്തു. അങ്ങനെ ചൂട് കൊടുത്താൽ ഈ ഓറിൽ ആരൊക്കെ ഉണ്ടാകും? നമ്മളെ ഓറിൽ തന്നെ മെറ്റൽ ഉണ്ടാകും, ഇമ്പ്യൂരിറ്റി ഉണ്ടാകും ഇല്ലേ? അപ്പോൾ ഈ മെറ്റലിൻ്റെ സ്വഭാവം എന്താ അറിയോ? പെട്ടെന്ന് മെൽറ്റ് ചെയ്യും, പെട്ടെന്ന് ഉരുകും. മെറ്റൽ പെട്ടെന്ന് ഉരുകും പറഞ്ഞാൽ അതിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് അതിനുള്ളത്, പെട്ടെന്ന് ഉരുകും. മറ്റേനാണെങ്കിലോ കുറേ സമയം വേണം ഉരുകാൻ, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഇത് പെട്ടെന്ന് ഉരുകണോണ്ട് നമ്മൾ ഈ ഓറിനെ ഞാനിവിടെ ചൂടാക്കിയാൽ ഇതിൽ നിന്നും മെറ്റൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ഉരുകും അല്ലേ? പെട്ടെന്ന് ഉരുകിയിട്ട് മെറ്റൽ ആദ്യം ഇങ്ങോട്ട് താഴത്തേക്ക് വരൂലേ ഇല്ലേ? അങ്ങനെ നമുക്ക് മെറ്റലിനെയും ഇമ്പ്യൂരിറ്റിനെയും നമുക്ക് വേർതിരിച്ചു കൊടുത്തൂടെ അല്ലേ? ഇമ്പ്യൂരിറ്റി ഇവിടെ കിടക്കും, മെറ്റൽ ആദ്യം എന്ത് ചെയ്യും? ഉരുകിങ്ങാണ്ട് താഴത്തേക്ക് ഇങ്ങോട്ട് വരും അല്ലേ? അങ്ങനെ നമുക്ക് മെറ്റലിനെയും ഇമ്പ്യൂരിറ്റിനെയും എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിക്വേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് പറയുന്നത്. അപ്പോൾ ഓറും ഇമ്പ്യൂരിറ്റിയും തമ്മിൽ മെൽറ്റിംഗ് പോയിന്റിൽ വ്യത്യാസമുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഏത് പ്രോസസ്സ് ഉപയോഗിക്കാം? ലിക്വേഷൻ മെത്തേഡ് ഉപയോഗിക്കാം. സാധാരണ ലെഡും ടിന്നും അതിനൊക്കെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ആ ലെഡും ടിന്നൊക്കെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലിക്വേഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത് കേട്ടോ. ലെഡ്, ടിന്ന് റിഫൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത പ്രോസസ്സ് നമുക്ക് നോക്കാം, അതാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ നോക്കി നോക്കാം. ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്ത മെത്തേഡാണ്, നമ്മൾ ഇതുവരെ പഠിച്ചതൊന്നല്ല. നമ്മളൊരു ബീക്കർ എടുത്തു. ഈ ബീക്കറിൽ നമ്മൾ ഓറിനെ ഞാനൊരു ഇലക്ട്രോഡ് രൂപത്തിലാക്കി. എന്നിട്ട് ഓറിൽ ആരൊക്കെ ഉണ്ടാകും? ഇതിൽ മെറ്റലും ഉണ്ടാകും, ഇമ്പ്യൂരിറ്റി ഉണ്ടാകും. അത് ആനോഡാക്കി വെച്ചു. പിന്നെ ഈ മെറ്റലിൻ്റെ തന്നെ, ഇപ്പോൾ ഇതൊരു സിങ്കിൻ്റെ ഓറാണെന്ന് വിചാരിച്ചോ. അപ്പോൾ സിങ്കിൻ്റെ തന്നെ പ്യുവർ മെറ്റൽ ഉണ്ടാവില്ലേ, അതിനെ ഞാനൊരു ഇലക്ട്രോഡാക്കി അതിനെവിടെ വെച്ചു. അതാണ് കാഥോഡ്. അപ്പോൾ കാഥോഡിൽ എന്താണ്? പ്യുവർ മെറ്റലാണ് ഉള്ളത് അല്ലേ? ആനോഡിൽ എന്താ ഉള്ളത്? ഓറാണ് ആനോഡിലുള്ളത്. അതായത് അവിടെ ഈ മെറ്റലും ഉണ്ടാകും, അതിൻ്റെ കൂടെ ഇമ്പ്യൂരിറ്റി ഉണ്ടാകും ഇല്ലേ? പിന്നെ ഈ മെറ്റലിൻ്റെ തന്നെ, ഇപ്പം ഞാനിവിടെ സിങ്ക് എടുത്തിക്കണത് അല്ലേ,
ഈ സിങ്കിൻ്റെ തന്നെ സാൾട്ട് ഉണ്ടാവില്ലേ, സിങ്ക് ക്ലോറൈഡ് സൊല്യൂഷൻ ഇല്ലേ, അങ്ങനെ സിങ്ക് ക്ലോറൈഡ് സൊല്യൂഷനെ ഞാൻ ഇവിടെ എടുത്തു. ആ മെറ്റലിൻ്റെ സാൾട്ട് അതിനെ ഞാൻ ആ പാത്രത്തിൽ ഒരു സൊല്യൂഷൻ ആക്കിയിട്ടും എടുത്തു. ഇലക്ട്രോലൈറ്റ് എന്നൊക്കെ നമ്മളതിന് പറയാം അല്ലേ. ഇനി ഇവിടെ ശ്രദ്ധിക്കാം, ഈ ഇനി ഇതിനെ ഞാൻ കറണ്ട് കൊടുത്തു കേട്ടോ. ആനോഡും കാഥോഡും തമ്മിൽ കറണ്ട് കൊടുത്തു. അപ്പോൾ എന്താ ഉണ്ടാവുക അറിയോ? ഇവിടെ ആരൊക്കെ ഉണ്ട്? മെറ്റലും ഉണ്ട്, ഇമ്പ്യൂരിറ്റി ഉണ്ട്. ഇവിടെയോ പ്യുവർ മെറ്റലും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പ്യുവർ മെറ്റൽ ഇതിൽ നിന്നും കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ നിന്നും പ്യുവർ മെറ്റൽ എങ്ങോട്ട് പോകുന്നറിയോ? ഇതിൻ്റെ അടുത്തേക്ക് പോകും. ബാക്കി ഇമ്പ്യൂരിറ്റി എന്ത് ചെയ്യും എന്നറിയോ? ഇതിൻ്റെ ചോട്ട് താഴെ എന്ത് ചെയ്യും? വീണ് കിടക്കും. മനസ്സിലായോ? അങ്ങനെ ഇമ്പ്യൂരിറ്റീനെയും മെറ്റലിനെയും നമുക്ക് വേർതിരിച്ചു കൊടുത്തൂടെ ഈ മെത്തേഡ് വഴി ഇല്ലേ? ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് എന്ന് പറയുക. അപ്പോൾ ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ഒന്നും കൂടി പറയാം. നമുക്ക് വേണ്ട ഓറിനെ ഒരു ഇലക്ട്രോഡ് രൂപത്തിലാക്കിയിട്ട് ഞാൻ അതിനെ ആനോഡാക്കി എടുത്തു. പിന്നെ ഏത് ഓറിൻ്റെ മെറ്റലാണോ ഏതെങ്കിലും ആ ഓറിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മെറ്റൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ മെറ്റലിൻ്റെ പ്യുവറസ്റ്റ് ഫോം എന്തെടുത്തിട്ട് അത് കാഥോഡാക്കിയിട്ടും വെച്ചു. പിന്നെ അതിൽ രണ്ടിലൊരു ഇലക്ട്രോലൈറ്റ് ആ പാത്രത്തിലൊരു ഇലക്ട്രോലൈറ്റ് കൊടുത്തു. ആ ഇലക്ട്രോലൈറ്റ് എന്താണ്? ആ മെറ്റലിൻ്റെ സാൾട്ടാണ്. അതായത് ഇപ്പോൾ സിങ്ക് ആണെങ്കിൽ സിങ്ക് ക്ലോറൈഡ് അങ്ങനെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സാൾട്ടാണ് നമ്മൾ അതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്തു? അങ്ങനെ എന്നിട്ട് കറണ്ട് കൊടുത്തു. അപ്പോൾ ഈ ആനോഡിൽ ആരൊക്കെ ഉണ്ട്? മെറ്റലും ഉണ്ട്, ഇമ്പ്യൂരിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും പ്യുവർ മെറ്റൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് കാഥോഡിൻ്റെ അടുത്തേക്ക് പോകും. ബാക്കി ഈ ഇമ്പ്യൂരിറ്റി എന്ത് ചെയ്യും? ഇതിൻ്റെ താഴെ അടിഞ്ഞു കൂടി കിടക്കും ചെയ്യും. അങ്ങനെ നമുക്ക് ഇമ്പ്യൂരിറ്റീനെയും മെറ്റലിനെയും ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് മെത്തേഡ് വഴി നമുക്ക് വേർതിരിച്ചെടുക്കാം. സാധാരണയായിട്ട് കോപ്പർ റിഫൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ഉപയോഗിക്കുന്നത്. കോപ്പറിനെ റിഫൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ലെഡും ടിന്നും റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിക്വേഷൻ ഉപയോഗിക്കുന്നത്. കോപ്പർ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് മെത്തേഡും ഉപയോഗിക്കുന്നത്. സമയം എത്രയെന്നറിയോ? 5. ഇനി അടുത്ത മെത്തേഡാണ് സോൺ റിഫൈനിങ് മെത്തേഡ്. ഇപ്പം നമ്മൾ 3 പഠിച്ചു. 4ാമത്തെ മെത്തേഡ് കേട്ടോ, സോൺ റിഫൈനിങ്. സോൺ റിഫൈനിങ് മെത്തേഡ്. സോൺ റിഫൈനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓറിനെ ഞാനിങ്ങനെ ഒരു എങ്ങനെ പറയുക, ഇപ്പോൾ ഒരു ബാറാക്കി എടുത്തു. ഒരു ഓറിനെ നമ്മൾ ബാറാക്കി എടുത്തു, ഒരു ബാർ രൂപത്തിലാക്കി. ഇതിൽ ഓറാണുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ആരൊക്കെ ഉണ്ടാവും? ഇപ്പോൾ നമ്മൾ മെറ്റലും ഉണ്ടാകും, ഇമ്പ്യൂരിറ്റി ഉണ്ടാകും ഇല്ലേ. ഇപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? ഈ മെറ്റല് ഈ നമ്മളെ ഓറിനെ ഞാനിങ്ങനെ സർക്കുലാർ ഹീറ്റർ വെച്ചിട്ട് ഞാൻ ഇതിനെങ്ങനെ ചൂടാക്കി. സർക്കുലാർ ഹീറ്റർ അതായത് ഒരു വട്ടത്തിലുള്ളൊരു ഹീറ്ററാണ്. അതിനെ വെച്ചിട്ട് ഇവിടെ വെച്ചാൽ ഇവിടെ ചൂടാവും, ഇവിടെ വെച്ചാൽ ഇവിടെ ചൂടാവും, ഇവിടെ വെച്ചാൽ ഇവിടെ ചൂടാവും, ഇവിടെ വെച്ചാൽ ഇവിടെ ചൂടാവും, അങ്ങനെ ചൂടാവും കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചു വിചാരിച്ചോ. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ മെറ്റലും ഇമ്പ്യൂരിറ്റി ഉണ്ടാവില്ലേ ഈ ഭാഗത്തും. അപ്പോൾ അതിൽ നിന്നും ആ മെറ്റൽ ഉരുകൂലേ. മെറ്റൽ പെട്ടെന്ന് മെൽറ്റ് ചെയ്യുന്ന സാധനമാണ് നമ്മളെ മെറ്റൽ കേട്ടോ. അതിൻ്റെ ഈ ഇമ്പ്യൂരിറ്റിനേക്കാളും പെട്ടെന്ന് മെൽറ്റ് ആവും എന്താണ് മെറ്റൽ. അപ്പോൾ ഇവിടെ ഇത് വെച്ചാൽ മെറ്റൽ ഉരുകും. എന്നിട്ട് പിന്നെ ആ ഹീറ്ററിനെ ഞാൻ ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇവിടെ എല്ലാം മെറ്റലും കൂടി ഇങ്ങോട്ട് ഉരുകിങ്ങാണ്ട് വരും. പിന്നെ ഇവിടെ എല്ലാം മെറ്റലും ഉരുകും. പിന്നെ അത് ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇവിടെ എല്ലാം മെറ്റലും ഉരുകും. ഇങ്ങോട്ട് നീക്കുമ്പോൾ ഇവിടെ എല്ലാം മെറ്റലും ഉരുകും. അങ്ങനെ ഇവിടേക്കൊക്കെ എത്തുമ്പോൾ ഇവിടെ ഈ ഭാഗം മാത്രം ആരായിട്ട് മാറും? പ്യുവർ മെറ്റലായിട്ട് നിൽക്കും. പ്യുവർ മെറ്റൽ ഇവിടെയൊക്കെ ഹീറ്റ് ചെയ്ത് നമ്മൾ ഇവിടുത്തെ മെറ്റലിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് കൊടുന്നാക്കി വെച്ചു. ഇവിടെ ബാക്കി ആരേക്കാരം? ഇമ്പ്യുവർ മെറ്റലായിക്കാരം. ഇമ്പ്യുവർ എന്ന് പറഞ്ഞാൽ ആ ഗ്യാങ്
ഇവിടെ നിൽക്കും. മനസ്സിലായല്ലോ? ഈ ഒരു പ്രോസസ്സാണ് ഏത് സോൺ റിഫൈനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഒരു ഓറിനെ നമ്മൾ ഒരു ബാർ രൂപത്തിലെടുക്കുക, എന്നിട്ട് അതിൻ്റെ അവിടെ ഇലക്ട്രിക് ഹീറ്റർ വെച്ചിട്ട് ഒരു സർക്കുലർ ഹീറ്റർ വെച്ചിട്ട് നമ്മൾ ആ ഓരോ ബാറിൻ്റെ ഓരോ ഭാഗവും നമ്മളിങ്ങനെ ചൂടാക്കിക്കൊണ്ടായാൽ ആ മെറ്റൽ എന്ത് ചെയ്യും, ഉരുകിങ്ങാണ്ട് ഒരു സൈഡിലേക്ക് വന്ന് നിൽക്കും പ്യുവർ മെറ്റൽ. ബാക്കി ഗാങ് മാത്രം വേറെ ആവും. അപ്പോൾ നമുക്ക് ഈ സൈഡ് ഇങ്ങോട്ട് മുറിച്ചെടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത ഇവിടെ പ്യുവർ മെറ്റൽ മാത്രമാക്കി വേർതിരിച്ചെടുത്തൂടെ ഇല്ലേ? ഇതാണ് ഈ സോൺ റിഫൈനിങ് മെത്തേഡ്. അതിനുള്ള എക്സാമ്പിളാണ് ഇപ്പോൾ ജെർമാനിയം, സിലിക്കൺ, ഗാലിയം എന്നീ മെത്തേഡുകളൊക്കെയാണ് നമ്മൾ സോൺ റിഫൈനിങ് മെത്തേഡ് വഴി ചെയ്യുന്നത് കേട്ടോ. ജെർമാനിയം, സിലിക്കൺ, ഗാലിയം എന്നീ മെറ്റലുകളെയൊക്കെയാണ് നമ്മൾ സോൺ റിഫൈനിങ് മെത്തേഡ് വഴി റിഫൈൻ ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത ലാസ്റ്റത്തെ ഒരു ഭാഗമാണ് വേപ്പർ ഫേസ് റിഫൈനിങ്. ലാസ്റ്റ് റിഫൈനിങ് മെത്തേഡ് കേട്ടോ, വേപ്പർ ഫേസ് റിഫൈനിങ്. അഞ്ചാമത്തെ വേപ്പർ ഫേസ് റിഫൈനിങ്. ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ് വേപ്പർ ഫേസ് റിഫൈനിങ്. ഈ വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറഞ്ഞാൽ അതിൽ 2 മെത്തേഡാണ് ഉള്ളത്. ഏതൊക്കെ അറിയോ? വാൻ ആർക്കൽ മെത്തേഡും രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് പറയാം. വാൻ ആർക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇപ്പോൾ നമ്മളെടുത്ത ഒരു സിർക്കോണിയത്തിൻ്റെ ഒരു ക്രൂഡ് മെറ്റൽ ഉണ്ട് വിചാരിക്കും. നമ്മുടെ ഓറിൽ സിർക്കോണിയത്തിൻ്റെ ഒരു ഓറാണ്. ആ സിർക്കോണിയത്തിൻ്റെ ഞാൻ എന്ത് ചെയ്യുക, അയഡൈനുമായിട്ട് ട്രീറ്റ് ചെയ്യാം. സിർക്കോണിയം ഓറിനെ അയഡിനുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്തായിട്ട് മാറും? സിർക്കോണിയം അയോഡൈഡ് എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ ഈ സിർക്കോണിയം അയോഡൈഡിനെ പിന്നെ 2000 കെൽവിൻ ടെമ്പറേച്ചറിലൊക്കെ നമ്മൾ ഹീറ്റ് ചെയ്താൽ ഇതെന്തായിട്ട് മാറും? ഇതിങ്ങോട്ട് വിഘടിച്ചിട്ട് സിർക്കോണിയം പ്ലസ് 2i2 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സംശയമാവും, ഇവിടെ ഇപ്പോൾ സിർക്കോണിയം പ്ലസ് 2i2 അല്ലേ, ഇവിടെ സിർക്കോണിയം പ്ലസ് 2i2 അല്ലേ, പിന്നെ ഇപ്പോൾ ഇവിടെ എന്താ മാറ്റം വന്നതെന്ന് തോന്നും അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ക്രൂഡ് മെറ്റലാണ്. അതായത് ഇതിൽ ഇമ്പ്യൂരിറ്റിയും കൂടി ഉണ്ടാവും ഈ മെറ്റലിൻ്റെ കൂടെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് വഴി ചെയ്താൽ ഇത് പ്യുവർ മെറ്റലായിരിക്കും കേട്ടോ. നമ്മളെ ഇമ്പ്യൂരിറ്റി ഒക്കെ ഇവിടെ പോയിട്ടുണ്ടാവും, അയോഡിനുമായിട്ട് ചേരുമ്പോഴൊക്കെ അവിടെ ഇമ്പ്യൂരിറ്റി പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് വാൻ ആർക്കൽ മെത്തേഡ് പറയുന്നത്. ഇപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കും. സിർക്കോണിയം, ടൈറ്റാനിയം, തോറിയം എന്നീ മൂലകങ്ങളൊക്കെ അല്ലെങ്കിൽ എന്നീ മെറ്റലുകളൊക്കെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാൻ ആർക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഈ റിയാക്ഷൻ ഇക്വേഷൻ പഠിച്ചു വെക്കുക. വാൻ ആർക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെയാണ് മനസ്സിലാക്കി വെക്കൂ. ക്രൂഡ് മെറ്റലിൻ്റെ കൂടെ, അതായത് സിർക്കോണിയത്തിൻ്റെ കൂടെ അയോഡിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് സിർക്കോണിയം അയോഡൈഡ് ഉണ്ടാവുന്നു. പിന്നെ ആ സിർക്കോണിയം അയോഡൈഡിനെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഹീറ്റ് ചെയ്യുക. അപ്പോൾ സിർക്കോണിയം പ്ലസ് 2i2 ആയിട്ട് ഇത് വിഘടിക്കും. അപ്പോൾ ഈ കിട്ടുന്നത് പ്യുവർ മെറ്റലായിരിക്കും എന്ന് ഇപ്പം തന്നെ അങ്ങോട്ട് പഠിച്ചു വെക്കുക. അയോഡിനാണ് വാൻ ആർക്കൽ മെത്തേഡിൽ നിന്ന് അങ്ങോട്ട് കയറ്റിക്കോളും ഇപ്പം തന്നെ കേട്ടോ. ഇനി അടുത്തതാണ് മോൺ പ്രോസസ്സ്. ഇപ്പം ഇതിൽ ഒന്നാമത്തെ മെത്തേഡാണ് നമ്മൾ പഠിച്ചത്, വാൻ ആർക്കൽ മെത്തേഡ് അല്ലേ, വേപ്പർ ഫേസ് റിഫൈനിങ്ങിൽ. അതിൽ രണ്ടാമത്തെ മെത്തേഡാണ് ഏത്? മോൺസ് പ്രോസസ്സ്. മോൺ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിക്കലിനെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോൺസ് പ്രോസസ്സ് ഉപയോഗിക്കുന്നത് കേട്ടോ. നിക്കൽ മാത്രം റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്താ നോക്കാം. നിക്കലിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? നിക്കൽ കാർബണേറ്റ് ആയിട്ട് വരും. നിക്കൽ കാർബണേറ്റ് എന്നുള്ളൊരു കോമ്പൗണ്ട് ഉണ്ടാവും. എന്നിട്ട് ഈ നിക്കൽ കാർബണേറ്റിനെ നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, നല്ലോണം ഹീറ്റ് ചെയ്യാം. അപ്പോൾ അതെവിടെ എന്ത് ചെയ്യും? പ്യുവർ നിക്കലായിട്ട് ഇത് മാറും. ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ പ്യുവർ നിക്കലായിട്ടും CO ആയിട്ടും ഇത് വിഭജിക്കും. അങ്ങനെ ഇവിടെ പ്യുവർ നിക്കൽ നമുക്ക് കിട്ടും. അപ്പോൾ കാർബൺ മോണോക്സൈഡുമായിട്ട്
ട്രീറ്റ് ചെയ്യുന്ന ഒരു ഓറിനെ അല്ലെങ്കിൽ നിക്കലിൻ്റെ ഓറിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഏതിലിടുക? മോൺസ് പ്രോസസ് മെത്തേഡ്. ഓക്കെ, അയോഡീനുമായിട്ട് ഇതാക്കുന്നതാണ് വാൻ ആർക്കൽ മെത്തേഡ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത സെണ്ണാണ് സ്ലാഗ് ഫോർമേഷൻ സെൺ. മൂന്നാമത്തെ സെണ്ണാണ് സ്ലാഗ് ഫോർമേഷൻ സെൺ. ഈ സ്ലാഗ് ഫോർമേഷൻ സെണ്ണിൽ എന്തൊക്കെയാണ് നടക്കാൻ നോക്കി നോക്കാം. ഇവിടെ നമ്മൾ ഈ സ്ലാഗ് ഫോർമേഷൻ സെൺ എന്ന് പറഞ്ഞാൽ ഈ സെണ്ണാണ് കേട്ടോ, സ്ലാഗ് ഫോർമേഷൻ സെൺ. ഇനി ഇവിടെ എന്താവും വരിക? ഇവിടെ ലെയിം സ്റ്റോൺ ഉണ്ട് അല്ലേ? നമ്മൾക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലെയിം സ്റ്റോണും ഉണ്ട് നമ്മളിവിടെ. ഈ ലെയിം സ്റ്റോണിനെയാണ് ഞാനിവിടെ CaCO3 എന്നാണ് എഴുതുന്നത്. ലെയിം സ്റ്റോൺ ആണ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ ലെയിം സ്റ്റോൺ എന്ത് ചെയ്യും? കാൽസ്യം ഓക്സൈഡും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് ഇതിങ്ങോട്ട് വിഘടിക്കും. കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് വിഘടിക്കും. എന്നിട്ട് ഈ കാൽസ്യം ഓക്സൈഡ് ഉണ്ടല്ലോ, ഈ കാൽസ്യം ഓക്സൈഡ് ഇതിലുള്ള ഇമ്പ്യൂരിറ്റിയുമായിട്ട് ചേർന്നിട്ട്, ഇമ്പ്യൂരിറ്റി എന്ന് പറയുന്നത് ഇവിടെ SiO2 ആണ്, അതുമായിട്ട് ചേർന്നിട്ട് ഒരു സ്ലാഗ് ആയിട്ട് ഫോം ചെയ്യും, CaSiO3. അതുകൊണ്ട് തന്നെയാണ് ഈ സെണ്ണിനെ സ്ലാഗ് ഫോർമേഷൻ സെൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്ലാഗ് ഫോർമേഷൻ സെൺ. അപ്പോൾ ഇതുവരെ ഉള്ളത് ഒന്നുകൂടിയും പറയാം. ഫസ്റ്റ് ഇവിടുന്ന് നമ്മൾ ഈ പാത്രത്തേക്ക് ലൈം സ്റ്റോണും പിന്നെ കോക്കും പിന്നെ നമ്മുടെ ഓറും ഇട്ടെടുത്തു. ഈ ഓറിൽ നമ്മുടെ കൂടെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും ഇല്ലേ? അപ്പോൾ അത് ഇവിടേക്ക് എത്തി. അപ്പോൾ ഹോട്ട് എയറും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോക്കും, അതായത് അവിടെ കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ്, ആ കാർബണും ഓക്സിജനും കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി. അപ്പോൾ ആ സെണ്ണിനെ പറയുന്ന പേരാണ് കമ്പഷൻ സെൺ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് മേലേക്ക് ഉയർന്നു. അപ്പോൾ ഇവിടെയൊക്കെ കോക്ക് വരും, പിന്നെ അവിടെ കാർബണുകൾ ഉണ്ടാവും. അപ്പോൾ ആ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് വീണ്ടും ചേർന്നിട്ട് എന്ത് ചെയ്യും? കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. പിന്നെ ഈ സെണ്ണിൽ വെച്ചിട്ട് പിന്നെ അടുത്ത സെണ്ണിൽ ഉണ്ടാവുക? ഇതിലുള്ള ലൈം സ്റ്റോൺ ഡിക്കമ്പോസ് ചെയ്തിട്ട് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറും. ഈ കാൽസ്യം ഓക്സൈഡ് എന്ത് ചെയ്യും? ഇതിലൊക്കെ ഉണ്ടാകുന്ന ഈ വരുന്ന സാധനത്തിൽ എന്തുണ്ടാവും? ഓറിൻ്റെ കൂടെ ഇമ്പ്യൂരിറ്റി ഉണ്ടാവും. ആ ഇമ്പ്യൂരിറ്റിയാണ് ഞാൻ SiO2 എന്ന് എഴുതിയിരിക്കുന്നത്. ഈ SiO2 സിലിക്കണിൻ്റെ ഒക്കെ ഓക്സൈഡുകളൊക്കെ ഇതിൽ ഇമ്പ്യൂരിറ്റി ആയിക്കാരം. അപ്പോൾ ആ ഇമ്പ്യൂരിറ്റിയുമായിട്ട് കൂടി ചേർന്നിട്ട് കാൽസ്യം സിലിക്കേറ്റ് എന്നുള്ളൊരു സ്ലാഗ് ആക്കിയിട്ട് അതവിടെ മാറ്റി നിർത്തും. അങ്ങനെ അവിടെ എന്തായി? സ്ലാഗ് അങ്ങനെയുള്ള സെണ്ണിന് പറയുന്ന പേരാണ് സ്ലാഗ് ഫോർമേഷൻ സെൺ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മേലുള്ള ഈ സെണ്ണിന് പറയുന്ന പേരാണ് റിഡക്ഷൻ സെൺ. നാലാമത്തെ സെണ്ണാണ് റിഡക്ഷൻ സെൺ. അവിടെ എങ്ങനെയാണ് നടക്കാൻ നോക്കാം. റിഡക്ഷൻ സെണ്ണിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഓറ് Fe2O3 അല്ലേ? Fe2O3 എന്ത് ചെയ്യും? കാർബൺ മോണോക്സൈഡ് ഇവിടെ ഉണ്ടായില്ലേ? കാർബൺ മോണോക്സൈഡ് അല്ലേ? ഈ കാർബൺ മോണോക്സൈഡ് ഇവിടെ ഉണ്ടായ കാർബൺ മോണോക്സൈഡ് ഒക്കെ ഇങ്ങോട്ടൊക്കെ ഉയർന്നുണ്ടാവില്ലേ? ഈ കാർബൺ മോണോക്സൈഡുമായിട്ട് കൂടി ചേർന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ 2FeO ആയിട്ട് മാറി. പിന്നെയും വീണ്ടും ഈ FeO കാർബൺ മോണോക്സൈഡുമായിട്ട് വീണ്ടും കൂടിച്ചേർന്നിട്ട് അയേൺ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറി. അങ്ങനെ നമ്മൾ പ്യുവർ മെറ്റൽ നമുക്ക് ഇവിടുന്ന് കിട്ടി. അതാണ് പറയുന്നത്. ഒന്നും കൂടി പറയാം. ഒരു ബ്ലാസ്റ്റ് ഫർണസിലെടുത്തു. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഹോട്ട് എയർ നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഈ കപ്പ് ആൻഡ് കോൺ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ ഓറും ഇട്ടെടുത്തു, ലൈം സ്റ്റോണും ഇട്ടെടുത്തു, കോക്കും ഇട്ടെടുത്തു. എന്നിട്ട് കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ ആണ് കേട്ടോ. അതിങ്ങനെ താഴേക്ക് ഇങ്ങനെ വിതറിങ്ങോണ്ടേ ഇരിക്കുകയാണ്. ഈ ബ്ലാസ്റ്റ് ഫർണസിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ താഴെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഈ കോക്ക് താഴെ എത്തിയാൽ, കാർബൺ താഴെ എത്തിയാൽ ഇവിടുത്തെ കാർബണും ഇവിടുത്തെ ഓക്സിജനും കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് രൂപത്തിൽ മാറും. എന്നിട്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് മുകളിലേക്ക് ഉയരും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും ഇവിടൊക്കെ വരുന്ന കാർബണുമായിട്ട് തട്ടിയിട്ട് വീണ്ടും അത് റെഡ്യൂസ് ചെയ്യും. ഏത് രൂപത്തിലാവും? കാർബൺ മോണോക്സൈഡ് രൂപത്തിലാവും. പിന്നെ ഇവിടൊക്കെ വരുന്നുണ്ട് ലൈം സ്റ്റോണുകൾ. ഈ സെണ്ണിൽ വെച്ചിട്ട്, ഈ ഏരിയയിൽ വെച്ചിട്ട് വരുന്ന ലൈം സ്റ്റോണുകൾ ഡിക്കമ്പോസ് ചെയ്തിട്ട് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ട് മാറും. ഈ കാൽസ്യം ഓക്സൈഡ്, ഇങ്ങനെ ഉണ്ടായ കാൽസ്യം ഓക്സൈഡ് ഈ ഇതിലുള്ള, അതായത് ഈ മെറ്റലിൻ്റെ കൂടെയുള്ള ഇമ്പ്യൂരിറ്റിയുമായിട്ട് കലർന്നിട്ട് ഒരു സ്ലാഗ് രൂപത്തിൽ ആയിട്ട് അതവിടെ മാറ്റി നിർത്തും. ഇവിടെ ഒരു സ്ലാഗിനെ ഉണ്ടാക്കി ഇതിവിടെ നിർത്തും. അതുകൊണ്ട് തന്നെ ഈ സെണ്ണിനെ നമ്മൾ സ്ലാഗ് ഫോർമേഷൻ സെൺ എന്നാണ് പറയുന്നത്. എന്നിട്ട് വീണ്ടും നമ്മളെ ഓറിൽ വീണ്ടും എന്തുണ്ടാവും? ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവും, അതായത് ഓക്സൈഡുകൾ ഉണ്ടാകും. എന്നിട്ട് പിന്നെയും
ഇവിടെ ഈ കാർബൺ മോണോക്സൈഡ് ഇവിടെ ഉണ്ടായ കാർബൺ മോണോക്സൈഡ് ഇങ്ങോട്ടൊക്കെ ഉയർന്നിട്ടുണ്ടാകും അല്ലേ. അങ്ങനെ ഈ കാർബൺ മോണോക്സൈഡ് അവിടുത്തെ ഇവിടെ ഉണ്ടായ കാർബൺ മോണോക്സൈഡുമായിട്ട് ഈ ഓറ് കൂടിച്ചേർന്നിട്ട് അങ്ങനെ റിഡക്ഷൻ നടക്കുകയാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ FeO + CO അങ്ങനെ ചെയ്യുമ്പോൾ Fe + കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇത് പഠിക്കാൻ ശ്രമിക്കുക. കുറച്ച് ടൈറ്റാണ്, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്ത് പറയുന്നത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം.